അപ്പോൾ ഒരു റെഗുലർ ടെട്രാഹീഡ്രൺ നമ്മൾ ഒക്ടാഹീഡ്രൽ കോംപ്ലക്സിനകത്ത് എങ്ങനെയാണ് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി അപ്ലൈ ചെയ്യാമെന്നാണ് നോക്കിക്കഴിഞ്ഞു. ഇനി വരുന്നത് കോംപ്ലക്സ് ടെട്രാഹീഡ്രൽ ആണെങ്കിൽ, അപ്പോൾ ഒരു ടെട്രാഹീഡ്രൽ കോംപ്ലക്സിനകത്ത് എങ്ങനെയാണ് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി അല്ലെങ്കിൽ നമ്മുടെ CFT അപ്ലൈ ചെയ്ത് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ അതേ പ്രോപ്പർട്ടീസ് എന്താണ്, അൺപെയ്ഡ് ഇലക്ട്രോണിന്റെ നമ്പർ വെച്ച് മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ മാഗ്നറ്റിസം ഡയമാഗ്നറ്റിക് ആണോ പാരാമാഗ്നറ്റിക് ആണോ എന്ന് പറയുക, അല്ലെങ്കിൽ കളർ പ്രെഡിക്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഒക്ടാഹീഡ്രൽ കോംപ്ലക്സിനകത്ത് ചെയ്ത സെയിം കാര്യങ്ങൾ എന്തിലും അപ്ലൈ ചെയ്യാൻ പറ്റും, ടെട്രാഹീഡ്രൽ കോംപ്ലക്സിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒക്ടാഹീഡ്രൽ കോംപ്ലക്സിന്റെ CFT മനസ്സിലായെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ടെട്രാഹീഡ്രലിന്റെ മനസ്സിലാവും. കാരണം സെയിം പ്രൊസീജിയർ ആണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ജസ്റ്റ് ആ സ്ട്രക്ചറിലുള്ള ഡിഫറൻസ് കാരണം ചെറിയൊരു വേരിയേഷൻ അത്രേ ഉള്ളൂ. സ്പ്ലിറ്റിംഗ് പാറ്റേണിന് ചെറിയൊരു വേരിയേഷൻ അത്രയേ ടെട്രാഹീഡ്രൽ കോംപ്ലക്സിനകത്തുള്ളൂ. അപ്പോൾ വളരെ പെട്ടെന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞു പോകാൻ പറ്റുന്ന കാര്യമാണ്. ഒരു ടെട്രാഹീഡ്രൽ കോംപ്ലക്സിനകത്ത് എങ്ങനെയാണ് CFT അപ്ലൈ ചെയ്യുക എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളൊരു റെഗുലർ ടെട്രാഹീഡ്രണ് ഒരു റെഗുലർ ടെട്രാഹീഡ്രന് നമുക്കൊരു ക്യൂബുമായിട്ട് റിലേറ്റ് ചെയ്യാം. ഞാൻ ഇപ്പൊ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഒരു ക്യൂബ് വരച്ചു. ക്യൂബിനുള്ളിൽ ടെട്രാഹീഡ്രൽ മോളിക്യൂളിനെ പ്ലേസ് ചെയ്താൽ എങ്ങനെ ഇരിക്കും ആ രീതിയിലാണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. നോക്കിക്കഴിഞ്ഞാൽ ആ ക്യൂബിന്റെ സെന്ററിൽ മെറ്റൽ വരും. ക്യൂബിന്റെ ഓപ്പോസിറ്റ് കോർണേഴ്സിലായിട്ട് ആര് വരും, നമ്മുടെ ലിഗാൻഡ് വരും. സോ ഇങ്ങനെ ബ്ലാക്ക് ഡോട്ടിൽ കാണിച്ചിരിക്കുന്നത് ലിഗാൻഡ് ആണ്, നടുക്ക് മെറ്റൽ. അപ്പോൾ ക്യൂബിന്റെ നടുക്ക് മെറ്റൽ ഉണ്ട്, ഓപ്പോസിറ്റ് കോർണേഴ്സിലായിട്ട് ലിഗാൻഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഒരു ടെട്രാഹീഡ്രൽ ജോമെട്രി, അല്ലെങ്കിൽ ഒരു റെഗുലർ ടെട്രാഹീഡ്രൽ എന്ന് പറയുമ്പോൾ ഒരു ക്യൂബിനകത്ത് വെച്ചാൽ ഇത് എങ്ങനെ ഇരിക്കും ആ രീതിയിലാണ് വരച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് കോർഡിനേറ്റ് ആക്സിസിന് നോക്കാം. നമ്മൾ ഒക്ടാഹീഡ്രൽ കോംപ്ലക്സിനകത്ത് ചെയ്ത സെയിം പ്രൊസീജിയർ. മെറ്റലിൽ നിന്നും എന്ത് വരയ്ക്കാണ്, XYZ കോർഡിനേറ്റ് ആക്സിസിനെ പ്ലോട്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ കോർഡിനേറ്റ് ആക്സിസ് പോകുന്നത് ഫേസ് സെന്റർ ഉണ്ടല്ലോ. ഒരു ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ ക്യൂബിന്റെ ഫേസ് എന്താണെന്ന് മനസ്സിലാവുമല്ലോ. സപ്പോസ് ഞാൻ ഇതാണെങ്കിൽ, ഓക്കെ, ഇതൊരു ക്യൂബ് അല്ല, ഇതൊരു റെക്ടാംഗിൾ ആണ്. അപ്പൊ റെക്ടാംഗിളിന്റെ ഫേസ് എന്ന് പറയുന്നത് എന്താണ്, ഇതൊരു ഫേസ് ആണ്, ഇതൊരു ഫേസ് ആണ്, ഇതൊരു ഫേസ് ആണ്, ഇതൊരു ഫേസ് ആണ്. അപ്പൊ അറിയാലോ, ഇതുപോലെ ഒരു ക്യൂബിനകത്ത് ഫേസ് ഉണ്ട്. ഫേസ് സെന്റർ എന്ന് പറയുന്നത് എക്സാക്ട്ലി ഇതിന്റെ നടുക്ക്. ഓക്കെ, ഇതിന്റെ നടുക്കൂടെ പോകുന്നു. അപ്പൊ അതുപോലെ ഒരു ക്യൂബ് എടുത്താൽ ക്യൂബിന്റെ നടുക്കൂടെ ഫേസ് സെന്റേഴ്സിൽ കൂടെ ആണ് മെറ്റലിൽ നിന്നുള്ള XYZ കോർഡിനേറ്റ് ആക്സിസ് പാസ് ചെയ്യുക. കോർണേഴ്സിൽ ആരുണ്ട്, ലിഗാൻഡ് ഉണ്ട്. പിന്നെ മെറ്റലിന്റെ ഡി ഓർബിറ്റൽ. അപ്പൊ ഈ മെറ്റലിന് ചുറ്റും ആരുണ്ടാവും, ബാലൻസ് ഉള്ള ആരുണ്ട്, ഡി ഓർബിറ്റൽസ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിപ്പുണ്ട്. ഇനി നമുക്ക് നോക്കാം, ഈ ഒരു ലിഗാൻഡിനെ തന്നെ കൺസിഡർ ചെയ്ത് നോക്കി. രണ്ട് കോർഡിനേറ്റ് ആക്സിസിന്റെ നടുക്കായിട്ടാണ് ആര് വരുന്നത്, ലിഗാൻഡ് വരുന്നത്. പക്ഷെ ഒക്ടാഹീഡ്രൽ കോംപ്ലക്സിനകത്ത് ഒക്ടാഹീഡ്രൽ ജോമെട്രി വരച്ച് അതിൽ നിന്ന് കോർഡിനേറ്റ് ആക്സിസ് ഒക്കെ വരച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, ആ ഒരു പെർട്ടിക്കുലർ ജോമെട്രി ആവുമ്പോൾ കോർഡിനേറ്റ് ആക്സിസിന് എലോങ് ആയിട്ടാണ് ആര് വരുന്നത്, 6 ലിഗാൻഡും അപ്രോച്ച് ചെയ്യുന്നത് XYZ 3 കോർഡിനേറ്റ് ആക്സിസ്. അതുപോലെ അത് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ കാണുമല്ലോ. ഇപ്പൊ Y ആണ് കോർഡിനേറ്റ് ആക്സിസ്, അത് ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. Xനെ ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം, Zനെ ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പൊ 6 പോയിന്റ് വരുന്നില്ലേ. അപ്പോൾ ആ 6 പോയിന്റിലൂടെ ആയിരുന്നു ഒക്ടാഹീഡ്രൽ കോംപ്ലക്സിനകത്ത് ലിഗാൻഡ് അപ്രോച്ച് ചെയ്തിരുന്നത്. അതായത് എക്സാക്ട്ലി കറക്റ്റ് ആയിട്ട് എലോങ് ദി ആക്സിസ് ആണ് ലിഗാൻഡ് വന്നത്. പക്ഷെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ലിഗാൻഡിന്റെ പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എക്സും ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്ത വൈ ഡാഷ്. ഓക്കെ, XY. അപ്പൊ XY കോർഡിനേറ്റിന് നടുക്കായിട്ടാണ് ലിഗാൻഡ് നിൽക്കുന്നത്. ഏതൊരു ലിഗാൻഡ് നോക്കിക്കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡ് ലിഗാൻഡ് നോക്കി, YZ. അതായത് രണ്ട് കോർഡിനേറ്റ് ആക്സിസിന് ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് ആര് വന്നത്, ലിഗാൻഡ് വന്നത്. അപ്പോൾ ജോമെട്രി ടെട്രാഹീഡ്രൽ ആയപ്പോൾ സ്ട്രക്ചർ മാറിപ്പോയി, ലിഗാൻഡിന്റെ ഓറിയന്റേഷൻ മാറിപ്പോയി. ഇവിടെ എന്ത് സംഭവിച്ചു, ഇത് എലോങ് ദി ആക്സിസ് അല്ല ലിഗാൻഡ് ഓറിയന്റ് ചെയ്തിരിക്കുന്നത്, പിന്നെയോ രണ്ട് ആക്സിസുകൾക്ക് നടുക്കായിട്ട്, രണ്ട് ആക്സിസുകൾക്ക് ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് ആര് വന്നിരിക്കുന്നത്, ലിഗാൻഡ് ഓറിയന്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മെറ്റലിന്റെ ഓർബിറ്റിലും ലിഗാൻഡുമായിട്ടുള്ള ഇന്ററാക്ഷനിലും ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു മെറ്റലിന് ഡി ഓർബിറ്റൽ ഉണ്ട്, 2 ടൈപ്പ് ഡി ഓർബിറ്റൽസ് ഉണ്ട്. 3 എണ്ണം ഇൻ ബിറ്റ്വീൻ ദി ആക്സിസ് ഓറിയന്റ് ചെയ്തിരിക്കും, 2 എണ്ണം എലോങ് ദി ആക്സിസ് ഓറിയന്റ് ചെയ്തിരിക്കും. അപ്പൊ ടെട്രാഹീഡ്രൽ കോംപ്ലക്സ് വരുമ്പോൾ ജോമെട്രി പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി ലിഗാൻഡ് ഓറിയന്റ് ചെയ്തിരിക്കുന്നത് 2 കോർഡിനേറ്റ് ആക്സിസിന് ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ മെറ്റലിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഓറിയന്റ് ചെയ്തിരിക്കുന്ന ഡി ഓർബിറ്റലുമായിട്ടുള്ള ലിഗാൻഡിന്റെ ഇന്ററാക്ഷൻ എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഓക്കെ, മെറ്റലിന് 2 ടൈപ്പ് ഓർബിറ്റൽ ഇല്ലേ, ഇൻ ബിറ്റ്വീൻ ദി ആക്സിസ് ഓറിയന്റ് ചെയ്തിട്ടുള്ള ഓർബിറ്റലും ഉണ്ട്, എലോങ് ദി ആക്സിസും ഉണ്ട്. അപ്പൊ ഇവിടെ ലിഗാൻഡ് ഇൻ ബിറ്റ്വീൻ ദി ആക്സിസ് ആയതുകൊണ്ട് തന്നെ മെറ്റലിന്റെ ഇൻ ബിറ്റ്വീൻ ദി ആക്സിസ് ഓറിയന്റ് ചെയ്തിരിക്കുന്ന ഡി ഓർബിറ്റല്
വരുന്ന ലിഗാൻഡുമായിട്ട് കൂടുതലായിട്ട് ഇന്ററാക്ട് ചെയ്യും. അപ്പൊ അവർക്ക് എന്ത് ചെയ്യും, കൂടുതൽ റിപ്പൽഷൻ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പൊ ഇൻ ബിറ്റ്വീൻ ദി ആക്സിസ് ഓറിയന്റ് ചെയ്തിരിക്കുന്ന ഡി ഓർബിറ്റലിന് കൂടുതൽ റിപ്പൽഷൻ ഫേസ് ചെയ്യേണ്ടി വരുന്നത് കൊണ്ട് അവരുടെ എനർജി കൂടും. അലോങ് ദി ആക്സിസ് ഓറിയന്റ് ചെയ്തിരിക്കുന്ന അവരുടെ എനർജി എന്തായി പോകും, കുറഞ്ഞ് പോകും. ആക്ച്വലി ഇങ്ങനെ പറഞ്ഞെങ്കിൽ പോലും ലിഗാൻഡ് ഇൻ ബിറ്റ്വീൻ ദി ആക്സിസ് ആണ് ഓറിയന്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ മെറ്റലിന്റെ ഓർബിറ്റില് എക്സാക്ട്ലി ഇൻ ഫേസ് ആയിട്ടല്ല, ചെറിയൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ. കാരണം മെറ്റലിന്റെ ഓർബിറ്റിൽ നമ്മൾ വരയ്ക്കുമ്പോഴത്തേനെ ഈ എഡ്ജ് സെന്ററിൽ കൂടെ പാസ് ചെയ്യുന്നത്. എഡ്ജ്, അതായത് ഈ ഒരു എഡ്ജ് ഉണ്ടല്ലോ, ഇതിന്റെ നടുക്കൂടെയാണ് മെറ്റലിന്റെ ഓർബിറ്റിൽ ആക്ച്വലി ഓറിയന്റ് ചെയ്തിരിക്കുന്നത്. ഇൻ ബിറ്റ്വീൻ ദി ആക്സിസ് വരുന്ന DXY, DXZ, DYZ 3 ഓർബിറ്റിലല്ലേ. അപ്പൊ ആ ഓർബിറ്റിൽ ശരിക്കും പറഞ്ഞാൽ എഡ്ജ് സെന്റേഴ്സിലാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കറക്റ്റ് ലിഗാൻഡുമായിട്ട് ഇൻ ഫേസ് ഇന്ററാക്ഷൻ എന്ന് പറയാൻ പറ്റില്ല. എന്നാലും അലോങ് ദി ആക്സിസ് ഓറിയന്റ് ചെയ്തിരിക്കുന്ന ഓർബിറ്റിലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവരുമായിട്ടുള്ള ഇന്ററാക്ഷൻ എന്തായിരിക്കും, ഇൻ ബിറ്റ്വീൻ ദി ആക്സിസും ലിഗാൻഡുമായിട്ടുള്ള ഇന്ററാക്ഷൻ എന്തായിരിക്കും, കൂടുതലായിരിക്കും. കേട്ടോ. അപ്പോ കറക്റ്റ് ഇൻ ഫേസ് അല്ല വരുന്നതെങ്കിൽ കൂടി അലോങ് ദി ആക്സിസ് ഓറിയന്റ് ചെയ്തിരിക്കുന്ന ഓർബിറ്റിലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇൻ ബിറ്റ്വീൻ ദി ആക്സിസ് ഓറിയന്റ് ചെയ്തിരിക്കുന്ന ഓർബിറ്റൽ എന്ത് ചെയ്യും, ലിഗാൻഡുമായിട്ട് കൂടുതൽ ഇന്ററാക്ട് ചെയ്യും. അതായത് അവർക്ക് കൂടുതൽ റിപ്പൽഷൻ ഫേസ് ചെയ്യുന്നത് കൊണ്ട് എന്ത് പറയും, ആ 3 ഓർബിറ്റലിന്റെ എനർജി കൂടി പോകും. അലോങ് ദി ആക്സിസ് ഓറിയന്റ് ചെയ്തിരിക്കുന്ന 2 ഓർബിറ്റലിന്റെ എനർജി കുറഞ്ഞു പോകും. അതായത് സ്പ്ലിറ്റിംഗ് പാറ്റേൺ ജസ്റ്റ് ഇൻവേഴ്സ് ആയി. അപ്പൊ ടെട്രാഹീഡ്രൽ കോംപ്ലക്സ് വരുമ്പോൾ 1 2 3 4 5 ഡീജനറേറ്റ് ആയിട്ടുള്ള 4-5 ടി ഓർബിറ്റൽസ് ആയിരുന്നു. ഇവരുടെ സ്പ്ലിറ്റിംഗ് എന്ത് ചെയ്തു, ജസ്റ്റ് ഇൻവേഴ്സ് ചെയ്തു. ടെട്രാഹീഡ്രൽ കോംപ്ലക്സ് ആയപ്പോൾ ഇൻ ബിറ്റ്വീൻ ദി ആക്സിസ് ഓറിയന്റ് ചെയ്തിരിക്കുന്ന ഓർബിറ്റലിന് ലിഗാൻഡിൽ നിന്നും കൂടുതൽ റിപ്പൽഷൻ ഫേസ് ചെയ്യുന്നു. ബിക്കോസ് ലിഗാൻഡ് ഈസ് ഓറിയന്റഡ് ഇൻ ബിറ്റ്വീൻ ദി ആക്സിസ്. അപ്പൊ അവരുടെ കൂടുതൽ റിപ്പൽഷൻ ഫേസ് ചെയ്യുന്നതുകൊണ്ട് അവരുടെ എനർജി കൂടി. ദെൻ അലോങ് ദി ആക്സിസ് ഓറിയന്റ് ചെയ്തിരിക്കുന്ന 2 ഓർബിറ്റലിന്റെ എനർജി കുറഞ്ഞുപോയി. അപ്പൊ ഇവിടെ ആരൊക്കെയാണ് വരുന്ന, DX2 Y2 DZ2, മറ്റേത് DXY DXZ DYZ ഒക്കെ. ഓക്കെ, അപ്പൊ അവരുടെ എനർജി കൂടി, ഇവരുടെ എനർജി കുറഞ്ഞു. അതായത് ഒക്ടാഹീഡ്രൽ കോംപ്ലക്സിനകത്ത് സ്പ്ലിറ്റിംഗിന്റെ ജസ്റ്റ് റിവേഴ്സ് ആയിപ്പോയി ടെട്രാഹീഡ്രൽ കോംപ്ലക്സ് വന്നപ്പോൾ. ഇനി നമ്മൾ എന്ത് പറഞ്ഞു, EG സെറ്റ് എന്നല്ലേ പറഞ്ഞു, ഡബ്ല്യൂ ഡീജനറേറ്റ് ആയതുകൊണ്ട് EG മാറ്റിയിട്ട് വെറും E കൊടുക്കാവൂ ടെട്രാഹീഡ്രൽ കോംപ്ലക്സ്. ഇവിടെ T2G മാറ്റിയിട്ട് വെറും T2. ഓക്കെ, അപ്പൊ ഇത് E സെറ്റ് എന്നും പറയും, ഇതിനെ T2 സെറ്റ് എന്നും പറയും. കാരണം GU ഒക്ടാഹീഡ്രൽ കോംപ്ലക്സിനകത്ത് T2G EG എന്നൊക്കെ പറയാൻ കാരണം ഒക്ടാഹീഡ്രൽ കോംപ്ലക്സിനകത്ത് സെന്റർ ഓഫ് സിമെട്രി ഉള്ള ഒരു കോംപ്ലക്സ് ആണ്. അത് ഗ്രൂപ്പ് തിയറി വരുമ്പോഴത്തേനും നിങ്ങൾ കുറച്ചുകൂടെ പഠിക്കും. സെന്റർ ഓഫ് സിമെട്രി ഉള്ള ഒരു മോളിക്യൂളിനകത്താണ് ജെറൈഡ് അൺജെറൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ടേം നമ്മൾ യൂസ് ചെയ്യാം. G ആക്ച്വലി കാണിക്കുന്നത് ജെറൈഡിനെയാണ്. അതായത് നമ്മളിപ്പോ ഒരു ഒക്ടാഹീഡ്രൽ കോംപ്ലക്സ് എടുക്കാന്ന് വിചാരിച്ചു. ഇതല്ലേ ഒക്ടാഹീഡ്രൽ കോംപ്ലക്സ്, 6 ലിഗാൻഡ് ഒരുപോലെ ആണെങ്കിൽ എന്താണ്, ഈ ഒരു കോംപ്ലക്സിനകത്ത് നമുക്ക് ഇൻവേർഷൻ സെന്റർ പറഞ്ഞൂടെ, സെന്റർ ഓഫ് സിമെട്രി പറഞ്ഞൂടെ. ഓക്കെ, ഓപ്പോസിറ്റ് പോകുമ്പോൾ സെയിം ആളെ മീറ്റ് ചെയ്യുന്നില്ലേ. അതായത് ഈ ഒരു കോമ്പൗണ്ടിന് എന്തുണ്ടെന്ന് പറയാം, സെന്റർ ഓഫ് സിമെട്രി ഉണ്ടെന്ന് പറയാം. അതായത് സെന്റർ ഓഫ് സിമെട്രി പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിനൊരു പോസിബിലിറ്റി ഉള്ള കാറ്റഗറി ഓഫ് കോമ്പൗണ്ട് ആണ് ഒക്ടാഹീഡ്രൽ കോംപ്ലക്സ്. അപ്പോ സെന്റർ ഓഫ് സിമെട്രി പറയാൻ പറ്റുമെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് പറയാവുള്ളൂ, ജെറൈഡ് പറയാവുള്ളൂ, G കാണിക്കാവുള്ളൂ. അതുകൊണ്ടാണ് ഒക്ടാഹീഡ്രൽ കോംപ്ലക്സിനകത്ത് എന്ത് പറഞ്ഞു, T2G EG എന്ന് പറയാൻ കാരണം ജെറൈഡ് എന്തിനാണ് കാണിക്കുന്നത്, സെന്റർ ഓഫ് സിമെട്രി ഉണ്ടെന്നുള്ളതാണ് കാണിക്കുന്നത്. പക്ഷെ നമ്മുടെ ഒക്ടാഹീഡ്രൽ കോംപ്ലക്സിനകത്ത് അപ്പൊ എന്തുണ്ട്, സെന്റർ ഓഫ് സിമെട്രി ഉണ്ടെന്ന് മനസ്സിലായല്ലോ. സോ അവിടെയാണ് നമ്മൾ G അല്ലെങ്കിൽ ജെറൈഡ് യൂസ് ചെയ്തത്, T2G EG. പക്ഷെ ടെട്രാഹീഡ്രൽ കോംപ്ലക്സ് ആകുമ്പോൾ എന്തില്ല, സെന്റർ ഓഫ് സിമെട്രി ഇല്ല. ടെട്രാഹീഡ്രൽ കോംപ്ലക്സ് നമ്മൾ എങ്ങനെ വരയ്ക്കാം, മെറ്റല് ഇങ്ങനല്ലേ വരയ്ക്കാം. അപ്പൊ ഇങ്ങനെ ഒരു കോമ്പൗണ്ടിന് എന്ത് പറയാൻ പറ്റില്ല, സെന്റർ ഓഫ് സിമെട്രി നമുക്ക് പറയാൻ പറ്റുമോ. ഈ ഒരു പോയിന്റിന് ഇവിടെ ഒരു ലിഗാൻഡ് ഉണ്ട്, ഈ ഒരു ലിഗാൻഡിന് ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെ ഒരു ലിഗാൻഡ് വരുന്നില്ലല്ലോ. ഇത് വെച്ച് നമ്മൾ ഫേസ് ചെയ്യുന്നു ഡാഷ് എവേ ഫ്രം us. ഓക്കെ, അപ്പൊ അല്ലെങ്കിൽ ഈ ഒരു ലിഗാൻഡ് എടുക്കുന്നു, ഇതിന് കറക്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെ ഒരു ലിഗാൻഡ് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. അതായത് ഇങ്ങനെ ഒരു ടെട്രാഹീഡ്രൽ കോംപ്ലക്സിനകത്ത് എന്തില്ല, സെന്റർ ഓഫ് സിമെട്രി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ടെട്രാഹീഡ്രൽ കോംപ്ലക്സ് വരുമ്പോൾ ജെറൈഡിനെ കാണിക്കുന്നത് G എന്ന ടേം അവിടെ യൂസ് ചെയ്ത് വെറുതെ T2E. ഓക്കെ, അപ്പൊ ഇതിനെ നമ്മൾ E സെറ്റ് എന്ന് പറയും. 3 എണ്ണം ട്രിപ്ലി ഡീജനറേറ്റ് ആയതുകൊണ്ട് തന്നെ T2 സെറ്റ് എന്നും പറയും. ഓക്കെ, അപ്പൊ വ്യത്യാസമൊന്നുമില്ല, ഒരേ ഒരു വ്യത്യാസമേ വന്നോളൂ. എന്ത് പറ്റി, സ്പ്ലിറ്റിംഗ് പാറ്റേൺ ജസ്റ്റ് ഇൻവേഴ്സ് ആയി പോയി. T2 സെറ്റിന്റെ എനർജി കൂടി, E സെറ്റിന്റെ എനർജി കുറഞ്ഞു. അപ്പൊ ഈ ഒരു സ്പ്ലിറ്റിങ്ങിനെ വിളിക്കുന്ന പേര് ഡെൽറ്റ T. കാരണം എന്താ, നമ്മൾ നേരത്തെ ഡെൽറ്റ O പറഞ്ഞില്ലേ, ഡെൽറ്റ O എന്ന് പറയുന്നത് ഒക്ടാഹീഡ്രൽ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ആണ്. ഇവിടെ ടെട്രാഹീഡ്രൽ ജോമെട്രി ആയതുകൊണ്ട് ഡെൽറ്റ T എന്ന് കൊടുത്തു. എന്താ ഇതിനെ കാണിക്കുന്ന, ടെട്രാഹീഡ്രൽ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ്. ഓക്കെ, ജോമെട്രി ടെട്രാഹീഡ്രൽ ആയതുകൊണ്ട്
ടെട്രാഹീഡ്രൽ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് കാണിക്കാൻ ഡെൽറ്റ ടി. ഓക്കെ, ഈ ഡെൽറ്റ ടിയുടെ വാല്യൂ ഡെൽറ്റ ഓട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേനും കുറവായിരിക്കും കേട്ടോ. ടെട്രാഹീഡ്രൽ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് കുറവാണ് ഒക്ടാഹീഡ്രൽ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിങ്ങിനെ കാട്ടിലും. ഡെൽറ്റ ടി ഈസ് ലോവർ ദാൻ ഡെൽറ്റ ഒ. ഒക്ടാഹീഡ്രൽ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിങ്ങിനേക്കാളും കുറവാണ് ടെട്രാഹീഡ്രൽ ഫീൽഡിൽ. അതായത് ഒക്ടാഹീഡ്രൽ ഫീൽഡ് വരുമ്പോഴത്തേനെ ആ ഡി ഓർബിറ്റൽസ് തമ്മിലുള്ള സ്പ്ലിറ്റിംഗ് ഭയങ്കര കൂടുതലായിരിക്കും. പക്ഷേ ടെട്രാഹീഡ്രൽ ഫീൽഡ് ആണ് വരുന്നതെങ്കിൽ ഡി ഓർബിറ്റൽസ് സ്പ്ലിറ്റ് ചെയ്യും. T2 ഈ സെറ്റ് എന്ന് പറഞ്ഞ് സ്പ്ലിറ്റ് ചെയ്യുമെങ്കിൽ കൂടി അവർ തമ്മിലുള്ള സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കുറവായിരിക്കും. വളരെ കുറച്ച് മാത്രമേ സ്പ്ലിറ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഡെൽറ്റ ടി ഈസ് ലോവർ ദാൻ ഡെൽറ്റ ഒ. ഇവർ തമ്മിലുള്ള റിലേഷൻ ഡെൽറ്റ ടി ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 4/9 ഡെൽറ്റ ഒ. കേട്ടോ, അപ്പോൾ ഡെൽറ്റ ടി ഈസ് ലോവർ ദാൻ ഡെൽറ്റ ഒ. ടെട്രാഹീഡ്രൽ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് കുറവായിരിക്കും. അതിനുള്ള റീസൺ എന്താ? എന്തുകൊണ്ടാണ് ഈ ഒരു റിലേഷൻ നമ്മൾ എഴുതുന്നത്? എന്തുകൊണ്ടാണ് ടെട്രാഹീഡ്രൽ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് കുറഞ്ഞു പോയത് ഒക്ടാഹീഡ്രലിനെക്കാട്ടിലും? റീസൺ നമുക്ക് എന്ത് പറയാൻ പറ്റും? 2 റീസൺ പറയാൻ പറ്റും. അതായത് സ്പ്ലിറ്റിംഗ് കൂടാ മീൻസ് മെറ്റലിന്റെ ഡി ഓർബിറ്റൽസ് തമ്മിൽ സ്പ്ലിറ്റ് ചെയ്യാ മീൻസ് എന്തുകൊണ്ടാണ് അവിടെ സ്പ്ലിറ്റിംഗ് നടക്കുന്നത്? ലിഗാൻഡ് വരുന്നത് കൊണ്ടല്ലേ? അല്ലെങ്കിൽ ലിഗാൻഡുമായിട്ട് ഇന്ററാക്ഷൻ നമ്മുടെ സെൻട്രൽ മെറ്റലിന്റെ ഓർബിറ്റല് വരുന്ന ലിഗാൻഡുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് കൊണ്ടാണ് എന്ത് സംഭവിച്ചത്? ഡി ഓർബിറ്റൽ സ്പ്ലിറ്റ് ആവുന്നത്. അപ്പോൾ ലിഗാൻഡും മെറ്റലുമായിട്ടുള്ള ഇന്ററാക്ഷൻ കൂടുതലാണ് എങ്കിൽ എന്തായിരിക്കും? സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത് നല്ല കൂടുതലായിരിക്കും. പക്ഷെ അവർ തമ്മിലുള്ള ഇന്ററാക്ഷൻ കുറവാണെങ്കിലോ സ്പ്ലിറ്റിംഗ് കുറവായിരിക്കും. അപ്പോൾ ഒരു ഒക്ടാഹീഡ്രൽ കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ 6 ലിഗാൻഡ് വരുന്നുണ്ട്. പക്ഷെ ടെട്രാഹീഡ്രലിനകത്തോ 4 ലിഗാൻഡേ വരുന്നുള്ളൂ. അപ്പോൾ നമ്പർ തന്നെ കൂടുതൽ ഒക്ടാഹീഡ്രലിനകത്താണ്. അപ്പോൾ 6 ലിഗാൻഡും ആരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്? മെറ്റലിന്റെ ഡി ഓർബിറ്റലുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ തമ്മിലുള്ള ഇന്ററാക്ഷൻ കൂടുതലായിരിക്കും. സോ സ്പ്ലിറ്റിംഗ് വളരെ കൂടുതലായിരിക്കും. പക്ഷേ ടെട്രാഹീഡ്രൽ ജോമെട്രി ആകുമ്പോൾ 4 ലിഗാൻഡ്സിലേ വരുന്നുള്ളൂ. അപ്പൊ 4 ലിഗാൻഡിൽ നിന്നുള്ള റിപ്പൽഷൻ ഫേസ് ചെയ്താൽ മതി മെറ്റലിന്റെ ഡി ഓർബിറ്റലിന്. സ്വാഭാവികമായിട്ടും ഇന്ററാക്ഷൻ കുറയുന്നത് കൊണ്ട് സ്പ്ലിറ്റിംഗ് എന്തായിരിക്കും? കുറവായിരിക്കും. ഇതൊരു റീസൺ. രണ്ടാമത്തെ റീസൺ നമുക്ക് പറയാൻ പറ്റുന്നത് ഒക്ടാഹീഡ്രൽ കോംപ്ലക്സിനകത്ത് സ്പ്ലിറ്റിംഗ് പറഞ്ഞപ്പോൾ എലോങ് ദി ആക്സിസ് ഓറിയന്റ് ചെയ്തിരിക്കുന്ന ഓർബിറ്റലും വരുന്ന ലിഗാൻഡും ശരിക്കും ഇൻഫേസ് ഇന്ററാക്ഷൻ ആണ് വരുന്നത്. എക്സാക്ട്ലി ഒക്ടാഹീഡ്രൽ ജോമെട്രി എടുക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് നമ്മുടെ ലിഗാൻഡ് എലോങ് ദി ആക്സിസ് തന്നെയാണ് അപ്രോച്ച് ചെയ്യുന്നത്. അതുപോലെ ഡി ഓർബിറ്റൽസും എലോങ് ദി ആക്സിസ് തന്നെ ആയിരിക്കുന്നത്. അവർ തമ്മിലൊരു ഇൻഫേസ് ഇന്ററാക്ഷൻ വരുന്നുണ്ട്. ഇൻഫേസ് ആയിട്ട് വരുമ്പോൾ അവർ മാക്സിമം ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മാക്സിമം റിപ്പൽ ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് റിപ്പൽഷൻ വരുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യും? സ്പ്ലിറ്റിംഗ് നന്നായിട്ട് കൂടിപ്പോകും. ഓക്കെ, പക്ഷെ ഇവിടെ ഞാൻ പറഞ്ഞു ടെട്രാഹീഡ്രൽ കോംപ്ലക്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ ലിഗാൻഡ് ഇൻ ബിറ്റ്വീൻ ദി ആക്സിസ് ആണ് ഓറിയന്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇൻ ബിറ്റ്വീൻ ദി ആക്സിസ് ഓറിയന്റ് ചെയ്തിരിക്കുന്ന ഓർബിറ്റലിന് റിപ്പൽഷൻ കൂടുതലായിട്ട് ഫേസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് സ്പ്ലിറ്റിംഗ് ഒക്കെ പറഞ്ഞു. സിൻസ് സ്റ്റിൽ നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ കൂടി ശരിക്കും തമ്മിൽ ഇവരൊരു ഇൻഫേസ് ഇന്ററാക്ഷൻ വരുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് ആയിട്ട് ഇൻഫേസ് ഒക്ടാഹീഡ്രലിന്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇൻഫേസ് ഇന്ററാക്ഷൻ ഇവിടെ വരുന്നില്ല. ജസ്റ്റ് അടുത്ത് വരുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇൻ ബിറ്റ്വീൻ ദി ആക്സിസ് ഓറിയന്റ് ചെയ്തിരിക്കുന്ന ഓർബിറ്റലും ഇൻ ബിറ്റ്വീൻ ദി ആക്സിസ് അലൈൻ ചെയ്തിരിക്കുന്ന ലിഗാൻഡും കുറച്ച് അടുത്ത് വരുന്നു. മറ്റേ സെറ്റ് ഈ സെറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ T2 സെറ്റ് കുറച്ചുകൂടെ അടുത്ത് വരുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ കറക്റ്റ് ഇൻഫേസ് അല്ല ഇവർക്ക് റിപ്പൽഷൻ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. സോ എഗെയിൻ റിപ്പൽഷൻ എന്തെയും കുറയും. റിപ്പൽഷൻ കുറയുന്നതുകൊണ്ട് എന്ത് സംഭവിക്കും? സ്പ്ലിറ്റിംഗ് കുറയും. ഓക്കെ, അപ്പൊ ഈ ഒരു 2 റീസൺസ് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ടെട്രാഹീഡ്രൽ കോംപ്ലക്സിനകത്ത് സ്പ്ലിറ്റിംഗ് ഒക്ടാഹീഡ്രൽ കോംപ്ലക്സിനെക്കാട്ടിലും എന്താന്ന് പറയാൻ പറ്റും? കുറവാണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, ഈ 2 റീസൺ. സോ ഇത്ര ഓർത്താൽ മതി. ലിഗാൻഡിന് റിപ്പൽഷൻ കൂടുതലാണെങ്കിൽ, അതായത് മെറ്റലിന്റെ ഡി ഓർബിറ്റലിന് കൂടുതൽ റിപ്പൽഷൻ ഫേസ് ചെയ്യേണ്ടി വരുന്നെങ്കിൽ മസ്റ്റായിട്ട് എന്ത് ചെയ്യും? അത് നന്നായിട്ട് സ്പ്ലിറ്റ് ആവും. ഈ ഒറ്റ റീസൺ മനസ്സിൽ ഓർത്ത് വെച്ചാൽ തന്നെ ബാക്കി നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇതിനുള്ള റീസൺ ചോദിച്ചാൽ പറയാൻ പറ്റുമല്ലോ. അപ്പൊ ഇത് ഇത്രയേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് വരുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് ടെട്രാഹീഡ്രൽ കോംപ്ലക്സ് കൂടുതലായിട്ടും എന്താ പറയാ ഹൈ സ്പിൻ കോംപ്ലക്സ് ആയിരിക്കും ഫോം ചെയ്യുക. ഓക്കെ, അപ്പൊ ടെട്രാഹീഡ്രൽ കോംപ്ലക്സ് എല്ലാം തന്നെ എന്തായിരിക്കും? എക്സ്ക്ലൂസീവ്ലി ഹൈ സ്പിൻ ആയിരിക്കും. ടെട്രാഹീഡ്രൽ ജോമെട്രി ആണ് വരുന്നതെങ്കിൽ ലോ സ്പിൻ കോംപ്ലക്സ് അത് ഫോം ചെയ്യത്തേ ഇല്ല. എഗെയിൻ ഈ പറഞ്ഞ സെയിം റീസൺ തന്നെ അപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. ടെട്രാഹീഡ്രൽ കോംപ്ലക്സ് ഹൈ സ്പിൻ കോംപ്ലക്സ് ഫോം ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഹൈ സ്പിൻ കോംപ്ലക്സ് ലോ സ്പിൻ കോംപ്ലക്സും?
ടെട്രാഹീഡ്രൽ ആണ്. ഓക്കെ, ഈ സെറ്റ് T2 സെറ്റ്. ഓക്കെ ഫൈൻ. അപ്പോൾ ടെട്രാഹീഡ്രൽ കോംപ്ലക്സ് ഞാൻ പറഞ്ഞ എക്സ്ക്ലൂസീവ്ലി ഹൈ സ്പിൻ കോംപ്ലക്സിൽ ഫോം ചെയ്യുള്ളൂ. അതായത് ഒരു D2 സെറ്റ് എന്ന് പറയുമ്പോൾ D2 ആണ് സിസ്റ്റം എങ്കിൽ 2 ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് പോകുന്നു. ഇനി ഒരു D3 ആണെങ്കിലോ സിസ്റ്റം D3 ആണെങ്കിൽ എന്ത് സംഭവിക്കും? 2 പോസിബിലിറ്റി നമുക്കുണ്ട്. ഒന്നെങ്കിൽ ഇലക്ട്രോൺ ഇങ്ങനെ പെയർ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഇലക്ട്രോൺ ഇങ്ങനെ പോവാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ പെയർ ചെയ്യുകയാണെങ്കിൽ, ഇങ്ങനെ പോകുന്നില്ല, എക്സൈറ്റ് ചെയ്യാണ്ട് പെയർ ചെയ്യുകയാണെങ്കിൽ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലോ സ്പിൻ കേസ്. പക്ഷേ ഞാൻ ഇങ്ങനെ പെയർ ചെയ്യാതെ മുകളിലേക്ക് എക്സൈറ്റ് ചെയ്തു. 2 പോസിബിലിറ്റി അല്ലേ? അപ്പൊ ഇതാണ് എന്ത്? ഹൈ സ്പിൻ കേസ്. ഓക്കെ, അപ്പോൾ D3 എന്ന് പറയുന്ന സിസ്റ്റത്തിനകത്ത് അപ്പോൾ D3 ഹൈ സ്പിൻ എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? D3 സിസ്റ്റത്തിന്റെ ഹൈ സ്പിൻ കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ ഇയില് 2 ഇലക്ട്രോൺ ഉണ്ട്. മൂന്നാമത്തെ ഇലക്ട്രോൺ എവിടെ പോയി? T2 പോയി. ഓക്കെ, കാരണം ഇവിടെ 3 അൺപെയർഡ് ഇലക്ട്രോൺ വരുന്നതുകൊണ്ട് സ്പിൻ എന്തായിരിക്കും? ഭയങ്കര കൂടുതലായിരിക്കും. സോ ഇറ്റ് ഇസ് എ ഹൈ സ്പിൻ കോംപ്ലക്സ്. ഇനി D3 ലോ സ്പിൻ കേസ് എന്ന് പറയുമ്പോൾ എന്താ വരാ? ലോ സ്പിൻ കേസ് എന്ന് പറയുമ്പോൾ 3 ഇലക്ട്രോൺ ആണ്, 2 ഇലക്ട്രോൺ ഫില്ലായി, മൂന്നാമത്തെ ഇലക്ട്രോൺ പെയർ ചെയ്തു. അതായത് ഇയില് 3 ഇലക്ട്രോൺ വന്നു, T2 ഇലക്ട്രോൺ ഒന്നും തന്നെ ഇല്ല. അപ്പൊ ഈ ഒരു കേസിൽ ഒരു അൺപെയർഡ് ഇലക്ട്രോണിലേ വരുന്നുള്ളൂ. ഇവിടെയോ 3 അൺപെയർഡ് ഇലക്ട്രോൺ വന്നെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒരു അൺപെയർഡ് ഇലക്ട്രോൺ മാത്രമേ വന്നുള്ളൂ. സോ ഇതായിരുന്നു ഹൈ സ്പിൻ കേസ്. കാരണം സ്പിൻ കൂടി, അൺപെയർഡ് ഇലക്ട്രോണിന്റെ നമ്പർ കൂടാൻ മീൻസ് സ്പിൻ കൂടി, പെയർ ചെയ്യാൻ മീൻസ് പെയർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അൺപെയർഡ് ഇലക്ട്രോൺ നമ്പർ കൂടും, കുറയും. സോ ലോ സ്പിൻ കേസ്. ഓക്കെ, ടെട്രാഹീഡ്രൽ കോംപ്ലക്സ് മെജോറിറ്റി എന്തായിരിക്കും? ഹൈ സ്പിൻ ആയിരിക്കും. ലോ സ്പിൻ കോംപ്ലക്സ് ഫോം ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. ഹൈ സ്പിൻ ആവാൻ കാരണം ടെട്രാഹീഡ്രൽ കോംപ്ലക്സിനകത്ത് സ്പ്ലിറ്റിംഗ് എന്തായിരിക്കും? സ്പ്ലിറ്റിംഗ് കുറവല്ലേ? ഇവര് തമ്മിലുള്ള സ്പ്ലിറ്റിംഗ് കുറവായിരിക്കും, വലിയ സ്പ്ലിറ്റിംഗ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ ഇവര് തമ്മിലുള്ള ഡെൽറ്റ ടി വാല്യൂ എന്താണ്? വളരെ വളരെ കുറവാണ്. ഡെൽറ്റ ടി വാല്യൂ കുറവാണ്. അപ്പൊ തമ്മിലുള്ള എനർജി ഗ്യാപ്പ് കുറവായതുകൊണ്ട് നമ്മൾ നേരത്തെ മുതലേ അതല്ലേ പറയുന്നത്, സ്പ്ലിറ്റിംഗ് കുറവാണെങ്കിൽ ഇലക്ട്രോൺ പെയർ ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യും? മുകളിലേക്ക് എക്സൈറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ എല്ലാ ടെട്രാഹീഡ്രൽ കോംപ്ലക്സിനകത്തും ടെട്രാഹീഡ്രൽ സ്പ്ലിറ്റിംഗ് ഡെൽറ്റ ടി വാല്യൂ കുറവല്ലേ ഒക്ടാഹീഡ്രലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ? അപ്പോൾ ഡെൽറ്റ ടി അല്ലെങ്കിൽ ടെട്രാഹീഡ്രൽ സ്പ്ലിറ്റിംഗ് കുറവായതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള എനർജി ഗ്യാപ്പ് കുറവാണ്. അപ്പോൾ ഇലക്ട്രോൺ ഫില്ലിംഗ് നടക്കുമ്പോൾ എന്ത് സംഭവിക്കും? മുകളിലേക്ക് എക്സൈറ്റ് ചെയ്യും. താഴെ പെയർ ചെയ്യുന്നതിന് പകരം, കാരണം പെയർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? എക്സ്ട്രാ എനർജി നമ്മൾ സിസ്റ്റത്തിലേക്ക് കൊടുക്കേണ്ടി വരത്തില്ലേ? റിപ്പൽഷൻ ഓവർകം ചെയ്യാം. അപ്പോൾ സിസ്റ്റം എന്ത് ചെയ്യും? അങ്ങനെ പെയർ ചെയ്യുന്നതിന് പകരം മുകളിലേക്ക് എക്സൈറ്റ് ചെയ്യും. കാരണം ഡെൽറ്റ ടി ആയിരിക്കും കുറവ്. എല്ലാ കേസിലും ഡെൽറ്റ ടി ഈസ് ലോവർ ദാൻ പെയറിംഗ് എനർജി. ഓക്കെ, അപ്പോൾ ഒരു ടെട്രാഹീഡ്രൽ കോംപ്ലക്സ് വരുമ്പോൾ പെയറിംഗ് എനർജിയെക്കാളും കുറവാണ് ഡെൽറ്റ ടി. അപ്പോൾ ഒരു ഹൈ പെയറിംഗ് എനർജി കൊടുത്ത് പെയർ ചെയ്യുന്നതിനേക്കാളും നല്ല എന്താണ്? ഡെൽറ്റ ടി കുറവായതുകൊണ്ട് അൺപെയർ ആയിട്ട് മുകളിലേക്ക് എക്സൈറ്റ് ചെയ്യുന്നതാണ്. സോ ഡെൽറ്റ ടി ഈസ് ലോവർ ദാൻ പെയറിംഗ് എനർജി. അതുകൊണ്ട് എന്തായിരിക്കും? ടെട്രാഹീഡ്രൽ കോംപ്ലക്സ് എല്ലാം എന്തായിരിക്കും? ഹൈ സ്പിൻ ആയിരിക്കും. ഇത് വരത്തില്ല, ഹൈ സ്പിൻ കോംപ്ലക്സ് ആയിരിക്കും ഫോം ചെയ്യാം. ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞ പോലെ CFSC പറഞ്ഞില്ലേ, ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജിയൊക്കെ സെയിം നേരത്തെ പറഞ്ഞ മെത്തേഡ് വെച്ച് തന്നെ ഇവിടെ ചെയ്യാൻ പറ്റും. ഇവിടെ എന്താ സംഭവിക്കാം? ഇത് ഓരോ വാല്യൂ 6dq സ്റ്റെബിലൈസ്ഡ് ആണ്, ഇവിടെ ഓരോന്നും 4dq ഡീസ്റ്റെബിലൈസ്ഡ് ആണ് കേട്ടോ. അപ്പൊ ഈ സെറ്റ് എന്ന് പറയുമ്പോൾ അതിൽ ഓരോന്നും 6dq സ്റ്റെബിലൈസ്ഡ് ആയിരിക്കും. T2 സെറ്റ് എന്ന് പറയുമ്പോൾ ഓരോന്നും 4dq ഡീസ്റ്റെബിലൈസ്ഡ് ആയിരിക്കും. കാരണം നിങ്ങൾ ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി, രണ്ടിനെയും കൂടെ ആകുമ്പോൾ 12dq അല്ലേ വരാം, 2 ഓർബിറ്റലിന്റെയും കൂടെ സ്റ്റെബിലൈസേഷൻ. ഇവിടെ 3ന്റെയും കൂടെ എന്ത് വേണം? 12dq വേണം. രണ്ടും സെയിം ആയിരിക്കണം. കാരണം എക്സ്റ്റൻഡർ സ്റ്റെബിലൈസേഷനും ഡീസ്റ്റെബിലൈസേഷനും സ്പ്ലിറ്റിംഗ് 2 സൈഡിൽ നിന്നും ഈക്വൽ ആയതുകൊണ്ട് തന്നെ ഈക്വൽ വാല്യൂ വരണം. അപ്പോൾ ഓരോന്നും 6dq വന്നാലേ 12dq കിട്ടത്തുള്ളൂ. ഇവിടെ ഓരോന്നിനും 4dq വന്നാലേ ഇൻ ഇഫക്റ്റ് ടോട്ടൽ 12dq കിട്ടുള്ളൂ. സോ അതനുസരിച്ച് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ടെട്രാഹീഡ്രൽ കോംപ്ലക്സിനകത്ത് സ്പ്ലിറ്റിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇതിനകത്ത് 2 പോയിന്റ് ആണ് എക്സ്ട്രാ പറഞ്ഞത്. ടെട്രാഹീഡ്രൽ കോംപ്ലക്സ് എപ്പോഴും ഹൈ സ്പിൻ കോംപ്ലക്സ് ആയിരിക്കും ഫോം ചെയ്യുക. റീസൺ എന്താ? ഡെൽറ്റ ടി കുറവായിരിക്കും പെയറിംഗ് എനർജിനെ കാട്ടിലും. പിന്നെ ഡെൽറ്റ ടിയും ഡെൽറ്റ ഓ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ടെട്രാഹീഡ്രൽ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് കുറവായിരിക്കും. അതിനുള്ള 2 റീസൺ പറഞ്ഞു. എന്താ? ലിഗാൻഡിന്റെ നമ്പറും ഓറിയന്റേഷനും വെച്ചിട്ട് റിപ്പൽഷൻ കുറവായിരിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി. ഓക്കെ, അപ്പൊ 2 കേസിലെ പറഞ്ഞു കഴിഞ്ഞു.